ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലൂസ് റെഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. അതിനുവേണ്ടി മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ ആരംഭിക്കാം. ഇതിനായി നമ്മൾ പച്ചരി കുതിർത്താട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സോഡയും ഉപ്പും ചേർത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ചട്ടി. നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല കട്ടിക്ക് കാട്ടിയെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് പകർന്നെടുക്കാം. നമ്മൾ ആവശ്യത്തിനെടുത്ത മാവിലേക്ക് നമുക്ക് സോഡാപ്പൊടി, ആവശ്യത്തിന് സോഡാപ്പൊടി, ഉപ്പും ചേർത്ത് കലക്കിയെടുക്കാം. നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കണം സോഡാപ്പൊടി ഉപ്പ്. നമ്മൾ നല്ലതുപോലെ സോഡാപ്പൊടി ഉപ്പ് നല്ലപോലെ ലയിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഇടാൻ തുടങ്ങാം. ദോശയിൽ ഒഴിക്കാൻ ആവശ്യമായ മിൽമയുടെ നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശ ചുടാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പറ്റുമ്പോൾ നമുക്ക് എണ്ണ തേച്ച് ദോശ ചുടാൻ ആരംഭിക്കാം. പാനിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലോട്ട് എണ്ണ തടവി കൊടുക്കാം. നമ്മൾ എണ്ണ തടകുന്ന ഇങ്ങനൊരു സാധനത്തിലാണ്. നല്ലപോലെ എണ്ണ തടകിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒഴിക്കാം. ഫസ്റ്റ് ദോശ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ ഗൈസ്, ഇങ്ങനെ കുറേശ്ശെ നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കുക. കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ്. മരിഞ്ഞ ശേഷം കാണിക്കും. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടോ പൂ പോലെ ഇളകി വരുന്നുണ്ട്. കണ്ടോ ഗൈസ്, പൂ പോലെ ഇളകി വന്നിട്ടുണ്ട്. ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടോ ഗൈസ്, ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല വെച്ച് കൊടുക്കാം. ഇത് ഗ്രീൻ പീസ്, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ് എല്ലാം കൂടി വെച്ചുള്ള ഇനി നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ മസാല ദോശ റെഡിയായി. ബാക്കിയെല്ലാം അതുപോലെ ചൂടാം നമുക്ക്. എന്നിട്ട് കാണാം. നമ്മുടെ അടുത്ത മസാല ദോശ നമ്മൾ മരിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ നെയ്യൊക്കെ പറ്റി മൊരിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് മസാല ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോള് ചെയ്ത് അങ്ങനെ നമ്മൾ മസാല ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ചെറിയ മസാല ദോശയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.